പാർട്ട് 1 കഴിഞ്ഞ ഭാഗത്തിൽ ഫ്രാങ്ക്ലിൻ്റെ ലോസ് ആൻഡോസിൽ ഒരു ഏലിയൻ അറ്റാക്ക് ഉണ്ടായി. അതിൽ കുറേ സൈറൺ ഹെഡ് വന്നു. അവസാനം ഫ്രാങ്ക്ലിൻ ഒരു സൈറൺ ഹെഡിനെ കണ്ടുപിടിച്ച് ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ തുടർച്ചയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കാണുക, ഇല്ലെങ്കിൽ ഒരു കുന്തോ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പം നമുക്ക് നേരെ ഈ പാർട്ട് 2 കടക്കാം. ഓ ഗൈസ് ഇവിടെ സൈറൺ ഹെഡ് വന്നു. ഓ ഗൈസ് നമ്മളെ ചോപ്പിനെ കൊണ്ടുപോകണം. പോയാ എവിടെ എൻ്റെ മോനെ ചോപ്പിനെ കൊണ്ട് പോയി. ഓ ഗൈസ് നമ്മളെ ചോപ്പിനെയും കൊണ്ട് പോയി ഗൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ചോപ്പ് ഗൈസ് സൈറൺ ഹെഡ് വരുന്ന ഒരു സ്ഥലം എനിക്കറിയാം. നമുക്ക് എന്തായാലും ചോപ്പിനെ രക്ഷിക്കണം, എന്നാലേ ഇനി പറ്റുള്ളൂ. എന്തായാലും നമുക്കിനി സൈറൺ ഹെഡ് വരണ സ്ഥലത്തോട്ട് പോവാതെ അന്ന് ഞാൻ അവിടെ വെച്ച് സൈറൺ ഹെഡിനെ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പം അങ്ങോട്ട് പോണതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോണതിന് മുമ്പ് സിമ്യോണിൻ്റെ കടയിൽ കയറണം. സിമ്യോൺ ഇവിടെ ഉണ്ടോ? നമുക്കിവിടെ നിന്നൊരു കാർ എടുക്കണം ഗൈസ്. ഇവിടെ ഒന്നും സിമ്യോണില്ല. ഇത് നമ്മൾ വച്ച ബൈക്ക് പോലത്തെ വണ്ടി അവിടെ കിടക്കണം ഗൈസ്. സിമ്യോണിനെ കാത്ത് നിൽക്കണോ? വേണ്ട. ഇവിടെ വേറെ ഏതെങ്കിലും ബൈക്കോ കാറോ ഉണ്ടാന്ന് നോക്കാം ഗൈസ്. ഒരു കാറുണ്ട്, നല്ല പവർഫുൾ കാറാണ് ഗൈസ്. അപ്പം നമുക്കിനി കാറും എടുത്തോണ്ട് പിന്നെ 2 ഗണ്ണും കൂടി വാങ്ങിച്ചുകൊണ്ട് നമുക്ക് സൈറൺ ഹെഡിൻ്റെ അങ്ങോട്ട് പോവാം. ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ടവർ കാണുന്നുണ്ട്. ഈ ടവറിൽ നമുക്ക് ഒരു ഡിവൈസ് സെറ്റ് ചെയ്യാനുണ്ട്. ആ ഡിവൈസ് സെറ്റ് ചെയ്താൽ സൈറൺ ഹെഡിനെ ഇങ്ങോട്ട് ആകർഷിക്കുക. ആ ഡിവൈസ് ഇതിൻ്റെ മുകളിൽ കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഗൈസ്? അപ്പം നമ്മളിവിടെ കയറിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിനെ ഇത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് നമുക്ക് രാത്രി ആവണത് വരെ വെയിറ്റ് ചെയ്യണം. ഫ്രാങ്ക്ലിൻ ഇത് സെറ്റ് ചെയ്ത് തീരട്ടെ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. ഇത് സൈറൺ ഹെഡിനെ ഇങ്ങോട്ട് ആകർഷിക്കും. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങോട്ട് വരും ഗൈസ്. അപ്പം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം രാത്രി ആവണത് വരെ ഗൈസ്. അപ്പം രാത്രി ആയിട്ടുണ്ട്. ഇതുവരെ സൈറൺ ഹെഡിനെ ഇവിടെ ഒന്നും കണ്ടില്ല ഗൈസ്. എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ ഇപ്പം. ഏതോ ഒരു ഓഫീസർ വിളിക്കണ സൗണ്ടാണ് ഗൈസ്. ഞാൻ വെച്ച സംഭവം കത്തുന്നുണ്ട് ലൈറ്റ്. ഇവിടെ എവിടെയെങ്കിലും കാണും സൈറൺ ഹെഡ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തോ. നമുക്ക് സൈറൺ ഹെഡിനെ കണ്ടുപിടിക്കാം. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 50 എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തോ ഗൈസ്. നിങ്ങളിത് കണ്ടോ? എന്തോ ഒരു കാർ അവിടെ കിടക്കണം ഗൈസ്. സൈറൺ ഹെഡ് എന്തോ ഒരു ഓഫീസറിൻ്റെ അടുത്ത് കാറ് കയറ്റി. ഇതൊന്നല്ലേ, 2 ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കാർ ഓട്ടിച്ച് പോണു സൈറൺ ഹെഡ്. അപ്പോൾ ഇതിന് കാർ ഓട്ടിക്കാൻ അറിയാമോ? പക്ഷേ നേരെയല്ലല്ലോ ഓട്ടിക്കണത്. ഇതെങ്ങനെയാണ് ഇരിക്കണത് ഗൈസ്? അവരെ കാർ അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും ഷൂട്ട് ചെയ്യാം. അവരിവിടെ ഒന്നും അതെ ഒരു കാർ പോകണം. ആ കാർ പോട്ട് എന്നിട്ട് ഷൂട്ട് ചെയ്യാം ഗൈസ്. അപ്പം നമുക്ക് ഷൂട്ട് ചെയ്യാം. പിടിച്ചോ. ഓക്കെ ഗൈസ്, അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം ഗൈസ്. ഇതിനകത്ത് അവരില്ല. ഇത് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണ്. ഇനി എന്ത് ചെയ്യും? നമ്മൾ പെടുവോ ഗൈസ്? ഇനി നമ്മൾ എന്ത് ചെയ്യും? പാർട്ട് 3 കമ്മിങ് സൂൺ.